കൂട്ടുകാരെ, എന്റെ പേര് ജോന മരിയ. നിങ്ങൾ ആവേരെയും ആദ്യത്തിന്റെയും കഥ കേട്ടിട്ടുണ്ടോ? അവിടെ എവിടെ താമസിച്ചറിയോ? ഏഡൻ തോട്ടത്തില് നിറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അവിടെ അവർക്ക് കഴിക്കാനുള്ള എല്ലാ സാധനങ്ങളും ദൈവം അവിടെ കൊടുത്തു. പക്ഷെ അവരോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെ നടുവില് ഒരു മരണ്ട്, അതിലത്തെ ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെ. ബാക്കിയെല്ലാം കഴിക്കാം. ഒരു ദിവസം ആടെ പുറത്തു പോയ സമയത്ത് ഹൗവ ഒട്ടിച്ചിരിച്ചായിരുന്നു. അപ്പോ കുറുമ്പൻ പിശാച് പാമ്പിന്റെ പോലെ വന്നു. എന്നിട്ട് ഹൗവോട് ചോദിച്ചു, സുഖാണോ? ആരവിടെ പോയി? ഒട്ടിച്ചാണോ? എല്ലാം കഴിച്ചൂടെ? അപ്പൊ ഹൗവ പറഞ്ഞു, ഞങ്ങളല്ല ഫ്രൂട്ട്സും എല്ലാ ജ്യൂസും കഴിച്ചാണ്ട്. അപ്പൊ പിശാച് പറഞ്ഞു, നടുവിലത്തെ മരത്തിലത്തെ ഫ്രൂട്ട്സ് കഴിച്ചു നോക്കിണ്ടാ? അപ്പൊ ഹൗവ പറഞ്ഞു, അയ്യോ ആ ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല, ദൈവം പറഞ്ഞിട്ടുണ്ടാ അത് കഴിക്കാൻ പാടില്ലാന്ന്. അത് കഴിച്ചാൽ ഞങ്ങളും പഠിച്ചു. പിശാച് പറഞ്ഞു, അത് കാണാൻ ഞാൻ നോക്കിയാൻ കഴിച്ചിട്ടുണ്ടെന്നല്ല പറഞ്ഞു. തൊട്ട് നോക്കിയൂടെ? ഹൗവ തൊട്ട് നോക്കി. പിശാച് പറഞ്ഞു, എന്തൊരു വിഞ്ഞല്ലേ, കാണുന്ന നല്ല രസില്ലേ, കഴിക്കുമ്പോ നല്ല ടേസ്റ്റാണല്ലോ. അപ്പൊ ഹൗവ പറഞ്ഞു, അത് കഴിക്കാൻ പാടില്ലാണ്, ദൈവം പറഞ്ഞിട്ടുണ്ട്. പിശാച് പറഞ്ഞു, ഒന്ന് ഞാൻ ഇത് പൊട്ടിച്ചിട്ട് കയ്യിൽ വെച്ചിട്ടെ. കയ്യിൽ വെച്ചിട്ടുണ്ടോണ്ട് കുഴപ്പമില്ല, കടിച്ചല്ല കുഴപ്പമില്ല. കയ്യിൽ പിടിച്ചൊന്ന് നോക്കി, വയല വെള്ളം വരാം. പിശാച് പറഞ്ഞു, ഒരു തരി വേണമെങ്കിൽ കഴിച്ചു നോക്കുക, മൂന്നും കഴിച്ചാലുള്ള കുഴപ്പമില്ല. ഒട്ടുകൊണ്ട് കഴിച്ചു, സൂപ്പർ ടേസ്റ്റാ. ഹൗവ കുറച്ച് കഴിച്ചുകൂട്ടാ. കഴിച്ചപ്പോ ഭയങ്കര സൂപ്പർ സാധനം. കറുമുറെന്ന് പറഞ്ഞിട്ട് പകുതിയും കഴിച്ചു. അപ്പോഴാണ് നമ്മുടെ ആടാൻ വന്നെ. ആദ്യത്തിന്റെയും പകുതി കൊടുത്തു, ആടവും കഴിച്ചു. എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായ പിശാച് പറ്റിച്ചു. കുറെ നേരം കഴിഞ്ഞപ്പോൾ വൈകിട്ട് ദേവ ആ വഴി വന്നു. ഇവരെ ഓടി ഒളിച്ചു. ദേവ അവരോട് പറഞ്ഞു, ഞാൻ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ നിങ്ങൾ കഴിച്ചോ? അപ്പൊ ആടും പറഞ്ഞു, ഹൗവ തന്നപ്പോ ഞാൻ കഴിച്ചു. ഹൗവ പറഞ്ഞു, പാമ്പ് പറ്റിച്ചു. ദേവൻ പാമ്പിനോട് പറഞ്ഞു, നീ ഇനി തൊട്ട് മണ്ണിൽ എഴിഞ്ഞ് നടക്കും. ഹൗവോട് പറഞ്ഞു, നീ പ്രസവിക്കുമ്പോ ഭയങ്കര വയനയിക്കും. ആട്ടോട് പറഞ്ഞു, നീ പോയി മണ്ണിലെ കളിച്ചിട്ടും വിട്ടൊക്കെ ഇട്ടിട്ട് കഷ്ടപ്പെട്ട് വാർത്തിട്ട് ജോലി ചെയ്യണം. എന്നെ കേട്ടുകൊണ്ട് ഇരിക്കുന്ന എന്റെ കൊച്ചു കൂട്ടുകാരെ, നിങ്ങളും പിശാചുണ്ടാക്കുന്ന കിണികളിൽ പെരുട്. പിശാച് നമ്മളെ ഓരോ സൂത്രങ്ങൾ പറഞ്ഞ് പറ്റിച്ചു. ആ കുറുമ്പ് കാട്ടിക്കോ ഈ കുറുമ്പ് കാട്ടിക്കോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിച്ചു. നമ്മളെ പിശാച് പറയാനും കേൾക്കരുത്. പിശാച് പറയാൻ കേട്ടാ ദൈവത്തിന് വിഷമാവും. നമ്മള് കുറുമ്പ് കാട്ടുമ്പോ ദൈവം കരിയും. പിശാചിന് ഓരോ സൂത്രങ്ങളുണ്ട്. ആദ്യം അവൻ നമ്മളോട് ഹൗവോട് പറഞ്ഞ പോലെ കുഞ്ഞാ കുറുമ്പ് കാട്ടിക്കോ ഒക്കെ പറയും. വലിയ കുറുമ്പ് കാട്ടിയാലോ കുഴപ്പമില്ല. നമ്മള് കുഞ്ഞു കുറുമ്പ് പോലും കാണിക്കാൻ പാടില്ല. കുഞ്ഞു കുറുമ്പുകള് കാട്ടിയോടാണ് വലിയ കുറുമ്പ് കാട്ടാൻ തുടങ്ങിയത്. നമുക്ക് പാട്ടിക്കാം, ഈശോയെ കുഞ്ഞു കുറുമ്പ് പോലും കാട്ടാതെ എന്റെ ഒപ്പം നിന്നെ സ്നേഹിച്ച് ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഞാൻ പറഞ്ഞ കഥ നിങ്ങൾക്ക് ഇഷ്ടായ? അതിനാൽ നിങ്ങൾ കാര്യം ചെയ്യണം. നിങ്ങള് ഇന്റർനെറ്റില് www.shkinet.org എന്ന് ടൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ സോണി റേഡിയോന്ന് കേട്ടണ്ട, അത് മൊബൈലില് ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് അതിൽ സെക്കൻഡ് റേഡിയോന്ന് ടൈപ്പ് ചെയ്യാം. മനസ്സിലായാ? നിങ്ങൾ സമ്മർദ്ദമായി കഴിച്ചിട്ട്